കടലിന്റെ നിയന്ത്രണം എന്ത് വില കൊടുത്തും കൈപ്പിടിയിൽ ഒതുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ജർമ്മൻ ചാൻസലറായിട്ടുള്ള ഫ്രെഡറിക് മെർസ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ സന്ദർശിക്കുകയുണ്ടായി. ഒരുപാട് കരാറുകളിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഏതാണ്ട് 19 വരുന്ന MOUs സൈൻ ചെയ്തിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡിഫൻസ് മേഖലയിലാണ്, പ്രതിരോധ മേഖലയിലാണ്. നിരവധിയായിട്ടുള്ള സബ്മറൈൻസ്, അന്തർവാഹിനികളാണ് ഇന്ത്യ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്, ജർമ്മനിയുടെ കൂടി സഹകരണത്തോടെ. ഇത്തരത്തിൽ ഈ അന്തർവാഹിനികളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ളൊരു കാരണം? ഇന്ത്യക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള നിയന്ത്രണം നിലനിർത്തേണ്ടത് ഈ വരുന്ന വർഷങ്ങളിൽ അത്യന്താപേക്ഷിതമാണെന്നുള്ളൊരു തിരിച്ചറിവാണ് അന്തർവാഹിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വളരെ വേഗത്തിൽ, വളരെ ആത്മാർത്ഥമായിട്ട് വലിയ മുതൽ മുടക്കിൽ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ഒപ്പുവെച്ച കരാർ പ്രകാരം ജർമ്മനിയുടെ സഹായത്തോടുകൂടി 6 പരമ്പരാഗത അന്തർവാഹിനികൾ, അതായത് അന്തർവാഹിനികൾ നമ്മൾ പറയുമല്ലോ, അതായത് ഒന്ന് ആണവ അന്തർവാഹിനികളാണ്, ആണവോർജം കൊണ്ട് പ്രവർത്തിക്കുന്നത്. അത് വേറൊരു തലത്തിലുള്ളതാണ്. ഇത് പരമ്പരാഗത അന്തർവാഹിനികൾ എന്ന് പറഞ്ഞാൽ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ, ഇലക്ട്രിക് ബാറ്ററി അത് ഉപയോഗിക്കുന്നുണ്ട്, ഡീസലും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 6 അന്തർവാഹിനികൾ $8 ബില്യൺ ചെലവിൽ, അതായത് ഏതാണ്ട് 72,000 കോടി രൂപയുടെ ഒരു കരാറാണിത്, ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ചു. ജർമ്മനിയിലെ ലോകത്തിലെ തന്നെ പരമ്പരാഗത അന്തർവാഹിനി നിർമ്മിക്കുന്നതിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള തൈസൺ ക്രൂപ്പ് മറൈൻ ലിമിറ്റഡ് TSML, അവരാണ് തൈസൺ ക്രൂപ്പ് മറൈൻ സിസ്റ്റംസ് ലിമിറ്റഡ് TSMS, അവരാണ് നമുക്ക് ഇതിൽ നമ്മളുമായിട്ട് പങ്കാളികളാകുന്നത്. ഈ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ മസഗോൺ ഡോക്കിലാണ്. ആദ്യം ഇതിൻ്റെ 40% അന്തർവാഹിനിയുടെ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങിക്കും, നമ്മുടെ ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം. പിന്നീട് അത് ഏതാണ്ട് 60% അന്തർവാഹിനികളുടെ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിരിക്കും സോഴ്സ് ചെയ്യുക. വലിയൊരു കരാറാണ് ഇത്. ഈ തൈസൺ ഗ്രൂപ്പിനോടൊപ്പം തന്നെ ഒരു സ്പാനിഷ് കമ്പനിയും ഈ കരാറിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ മാറ്റിയത്, അതായത് സ്പാനിഷ് കമ്പനിയുടെ പേര് SIT, അവരെ മാറ്റിയത് ഈ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്നൊരു സംവിധാനം. അതായത് അന്തർവാഹിനികൾ എപ്പോഴും അടിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അത് നമുക്കറിയാം. പക്ഷേ ഈ പഴയ കാലത്തെ അന്തർവാഹിനികളൊക്കെ തന്നെ 2-3 ദിവസത്തിൽ ഒരിക്കൽ, ചിലപ്പോൾ ചിലതിന് എല്ലാ ദിവസവും തന്നെ മുകളിലേക്ക് പൊന്തണ്ട വരും. കാരണം ഈ വായു അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കണം. ഒന്നുകിൽ അത് മുകളിലേക്ക് വരും, അതല്ലെങ്കിൽ സ്നോർക്കൽ എന്ന് പറയുന്ന ഒരുതരം കുഴല്, ആ കുഴല് മുകളിലോട്ട് വരും. ആ കുഴല് കാണുമ്പോൾ അന്തർവാഹിനികളെ എതിർക്കുന്ന കപ്പലുകൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു അന്തർവാഹിനി ഉണ്ടെന്ന്. അവരുടൻ തന്നെ ഡെപ്ത് ചാർജ് എന്നൊക്കെ പറയുന്ന ഈ സമുദ്രത്തിനടിയിൽ പൊട്ടിത്തെറിക്കുന്ന കുഴിബോംബ് പോലുള്ള ബോംബുകൾ, ആ ഡെപ്ത് ചാർജ് ഇടുക, അല്ലെങ്കിൽ മിസൈലുകൾ അയച്ചോ ഈ അന്തർവാഹിനിയെ തകർക്കും. അപ്പൊ കണ്ടുപിടിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഈ ഒരു അന്തർവാഹിനി സമുദ്ര ഉപരിതലത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ അതുപോലെ അത് സ്നോർക്കൽ ഉപയോഗിച്ച് വായു വലിച്ചെടുക്കുകയോ ചെയ്താൽ, അപ്പോ അത് ഈ സമുദ്ര ഉപരിതലത്തിലോട്ട് വരാതെ ആഴ്ചകളോളം സമുദ്രത്തിനടിയിൽ കഴിയണമെങ്കിൽ ആ അന്തർവാഹിനിക്ക് ഉള്ളിൽ തന്നെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കാനുള്ള ടെക്നോളജി ഉള്ള അതിനാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അത് ബാറ്ററി ഉപയോഗിച്ചാവാം, അതല്ലെങ്കിൽ മറ്റ് ഇക്കോ ഫ്രണ്ട്ലി ഫ്യൂവൽസ് ഉപയോഗിച്ച് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനമുള്ള ഒരു അന്തർവാഹിനിയാണ് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ പോകുന്നത്, ഈ 6 അന്തർവാഹിനികൾ. ഈ 6 ഇവിടെയാണ് നമ്മൾ തൈസൺ ഗ്രൂപ്പിനെ, സ്പാനിഷ് കമ്പനിയെ മാറ്റിയിട്ട് തൈസൺ ഗ്രൂപ്പിനെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ തൈസൺ കുറുപ്പിന്, ഈ കുറുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറുപ്പെന്നായി പോകുമെന്നാണ് എൻ്റെ കേൾക്കുന്ന മലയാളികളൊക്കെ. തൈസൺ കുറുപ്പെന്ന് പറയുന്ന പോലെ കേൾക്കുമെന്നാണ് ഞാൻ പേടിക്കുന്നത്. ക്രിപ്പ് എന്നാണ്, റു ഇല്ല, ക്രിപ്പ്. അപ്പം തൈസൺ കുറുപ്പിന് പരമ്പരാഗതമായിട്ട് ഈ AIP, എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ
ടെക്നോളജി വിജയകരമായിട്ട് നാളുകളായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പാനിഷ് കമ്പനി ഈ അടുത്ത കാലത്താണ് ആ ടെക്നോളജി ഉണ്ടാക്കിയത്. സാന്ദർഭികമായിട്ട് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ DRDO തദ്ദേശീയമായിട്ട് ഇന്ത്യയും വികസിപ്പിച്ചിട്ടുണ്ട് ഈ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം. അത് ഇപ്പോൾ നമ്മുടെ അതില്ലാത്ത അന്തർവാഹിനികൾ റിട്രോ ഫിറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ അത് വീണ്ടും ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ 6 അന്തർവാഹിനികൾ വരുമ്പോഴേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാധാരണഗതിയിൽ ആണവ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്കാണ് ഏറ്റവും കാലം സമുദ്രത്തിന്, അത് മാസങ്ങളോളം കിടക്കും. അതിന് അന്തരീക്ഷത്തിലോട്ട് വന്ന് ഓക്സിജൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്തരം അന്തർവാഹിനികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഫക്റ്റീവാണ് ഈ AIP സംവിധാനമുള്ള 5th ജനറേഷൻ ടെക്നോളജിയുള്ള ഇപ്പോൾ നമ്മൾ പണിഞ്ഞിറക്കാൻ പോകുന്ന തൈസൺ ക്രിപ്പിൻ്റെ സഹായത്തോടുകൂടി പണിഞ്ഞിറക്കാൻ പോകുന്ന ഈ 6 അന്തർവാഹിനികൾ. ചെറിയ തുകയല്ല അതിൻ്റേത്. ഞാൻ പറഞ്ഞല്ലോ 72,000 കോടി രൂപയിലധികം ചെലവ് വരുന്ന ഒരു പ്രോജക്റ്റാണിത്. ഇപ്പം ഇന്ത്യയുടെ ഇതെന്തുകൊണ്ടാണ്, ഇപ്പം ഗൗതം ആദ്യം എന്നോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇത്ര ഒരു വെപ്രാളം കാണിക്കുന്നത്? അതിന് കാരണമുണ്ട്. അതായത് പാകിസ്ഥാനേക്കാൾ അന്തർവാഹിനികളുടെ എണ്ണം നമുക്ക് വളരെ കൂടുതലാണ്. പക്ഷെ ചൈന 55ഓളം അന്തർവാഹിനികളുള്ള ഒരു രാജ്യമാണ്. 50-ലധികമുണ്ട്. ഇന്ത്യക്കാകട്ടെ, ഇന്ത്യയുടെ ഇപ്പോഴും ഓപ്പറേഷനിലായിരിക്കുന്ന, അതായത് നമ്മുടെ ഈ ആണവശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന, അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഉൾപ്പെടെ നമുക്ക് 20ഓളം എണ്ണമേ ഉള്ളൂ. ഈ നമ്മുടെ കൈവശം ഇരിക്കുന്ന ചിലതൊക്കെ പഴയതാണ്, അതൊക്കെ ഭാവിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുമായിട്ടൊന്ന് മാച്ച് ചെയ്യണമെങ്കിൽ ഒരു 35 അന്തർവാഹിനികളുടെ ആയിട്ട് നമ്മുടെ എണ്ണം കൂട്ടണം. നമുക്ക് ചൈനയുടെ അത്രയും ആവശ്യമില്ല. പക്ഷെ ചൈനയുടെ 55ൻ്റെ സ്ഥാനത്ത് 20 പറ്റില്ല. നമുക്കൊരു 35-37 അന്തർവാഹിനികൾ വേണം. അത് ഉണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ ഭാവിയിൽ ഏതെങ്കിലും രാജ്യം ഉപരോധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ, കടലിലൂടെ ഉപരോധം പ്രഖ്യാപിക്കുക, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്ക ഈ വെനിസ്വേലയ്ക്കൊക്കെ എതിരെ പ്രഖ്യാപിക്കുന്ന ഉപരോധം കണ്ട് വെനിസ്വേലയൊക്കെ അന്തം വിട്ട് നിൽക്കുക, എന്ത് ചെയ്യാനാ? അവിടെയാണ് അന്തർവാഹിനികളുടെ പ്രസക്തി. സമുദ്രത്തിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന അന്തർവാഹിനികളുള്ള ഒരു രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്താനും നമ്മുടെ മാരിടൈം ബോർഡറിന് അടുത്തുകൊണ്ട് അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ നങ്കൂരം ഇടാനും ഒക്കെ അമേരിക്ക മടിക്കും. കാരണം ഇന്ത്യയുടെ കയ്യിൽ നിരവധി അന്തർവാഹിനികൾ, എവിടുന്നാണൊരു ടോർപിഡോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമുക്കുള്ള സൈനിക മേൽക്കോയ്മ ഊട്ടി ഉറപ്പിക്കാനും, അതായത് നമുക്കിപ്പം ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബർ എന്ന് പറയുന്ന 2 ദ്വീപ് നമുക്ക് പ്രധാനമായിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ നമുക്ക് അവിടെ തന്നെ നങ്കൂരം ഇടാൻ, നമുക്ക് അതിനൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബറിലും ഒക്കെ അന്തർവാഹിനികൾക്ക് താവളങ്ങൾ ഉണ്ടാക്കുകയും അത് അവിടെ വേണ്ടി വന്നാൽ റിസർവായിട്ട് ചിലത് അവിടെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തും. അതിന് തീർച്ചയായിട്ടും മോഡി സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇതിനു മുമ്പുള്ള സർക്കാരുകൾ ശ്രദ്ധിക്കാതിരുന്ന കാര്യം മോഡി സർക്കാർ അത് വളരെ വേഗത്തിൽ അന്തർവാഹിനികളുടെ കാര്യത്തിൽ നീക്കം നടത്തുന്നുണ്ട്. ഈ S6 ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള അന്തർവാഹിനികളുടെ എണ്ണം നമുക്ക് അതൊന്ന് പരിശോധിക്കാം. പെട്ടെന്ന് നമുക്കത് പരിശോധിച്ചെല്ലാം നമ്മുടെ ചർച്ച വൈൻഡപ്പ് ചെയ്യും. 16 അന്തർവാഹിനികളാണ് പരമ്പരാഗത രീതിയിലുള്ളത് ഇന്ത്യയിലുള്ളത്. അതിലെ 6 കാൽവരി ക്ലാസ്, സ്കോർപിയൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു പരമ്പരാഗത അന്തർവാഹിനികളാണ്. അത് ഫ്രഞ്ച് സഹായത്തോടു കൂടി നമ്മൾ നിർമ്മിച്ചതാണ്. 4 ജർമ്മൻ സഹായത്തോടു കൂടി നിർമ്മിച്ച ശിശുമർ എന്ന് പറയുന്ന അന്തർവാഹിനികളുണ്ട്. പിന്നെ 6 സിന്ധു ഘോഷ്, റഷ്യയുടെ കിലോ ക്ലാസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പെടുന്നതാണ്. അങ്ങനെ 16, അതായത് 6 സ്കോർപിയന്, 4 ശിശുമർ, 6 സിന്ധു ഘോഷ്, അങ്ങനെ 16. പിന്നെ ഇനി നമ്മൾ INS അരിഹന്ത, INS അരിഘാത്, INS അരിന്ധാം. ഈ അരിന്ധാം ഇതുവരെ നമ്മുടെ ഓപ്പറേഷനിലായിട്ടില്ല. പക്ഷെ അത് ഈ വർഷം ഒരു 2-3 മാസത്തിനുള്ള ഓപ്പറേഷനിലാവും. അപ്പോൾ അതോടെ കൂട്ടുമ്പോൾ 23. അത് 3ഉം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ പരമ്പരാഗത അന്തർവാഹിനികൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 40ഓളം നാവികരായിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഫോഴ്സ് സ്ട്രെങ്ത് ഏതാണ്ട് ഒരു 60-70 മീറ്റർ ഒക്കെ 60 മീറ്റർ ഒക്കെ നീളം വരുന്ന അന്തർവാഹിനികളാണ് ഇതൊക്കെ. ഇനിയും ഒരെണ്ണം കൂടി, ഈ 3 എണ്ണം കൂടെ കൂട്ടുമ്പോൾ
16ഉം 3ഉം 19. ഇനി ഒരെണ്ണം കൂടി S4 എന്ന് പറയുന്ന ഒരെണ്ണം നമ്മൾ സീ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും അടുത്ത വർഷം കൂടെ കൂടും. അങ്ങനെ 20 അന്തർവാഹിനികൾ, അതിൽ 4 എണ്ണം എന്താണ്, ഒരു വർഷത്തോളം വേണമെങ്കിലും വെള്ളത്തിനടിയിൽ കിടക്കാവുന്ന അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. അതുകൂടാതെ നമ്മൾ ആ S5 ക്ലാസ്സിലുള്ള 5 എണ്ണം ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. ആ 5 എണ്ണം കൂടെ പണി പൂർത്തിയാകുന്നതിന് കൂടാതെ 3 ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി, ഞാൻ ആദ്യം പറഞ്ഞു സ്കോർപിയൻ 6 എണ്ണം ഉണ്ടെന്ന്, അത് ഒരു 3 എണ്ണം കൂടെ പണിയാനുള്ള ക്ലിയറൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്രധാനമായി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി CCSന്റെ അന്തിമ അപ്രൂവൽ കാത്തു കിടക്കുകയാണ്. അതുകൂടി വന്നാൽ ഇപ്പോൾ 20 എണ്ണം കൂടാതെ 5 S5, 3 എണ്ണം ഇത്, അപ്പം 25, 3, 28. പിന്നീട് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് ഒരു 6 SSN എന്ന് പറയുന്ന വീണ്ടും അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന വരുന്നുണ്ട്. അത് വന്നാൽ 28ഉം 6ഉം 34. അതിൻ്റെ കൂടെ ഈ പറയുന്ന 6 എണ്ണം ജർമ്മനിയുടെ സഹായത്തോടെ, അങ്ങനെ 42 അന്തർവാഹിനികളുടെ ഒരു ശക്തിയാവും ഒരു 2035, 38 ആകുമ്പോഴേ. അത് നമ്മുടെ ആവശ്യത്തിന് മിനിമമാണ്. ചൈനയെ മറികടക്കാനല്ല, ഇന്ത്യക്ക് ഒരു 40ഓളം അന്തർവാഹിനികൾ ഉള്ള ഇന്ത്യ ഒരു വലിയ ശക്തി തന്നെയാണ്. അത് എല്ലാവരും ഭയക്കും. അതിൽ 4-5 എണ്ണം SSBN എന്ന് പറയുന്ന ഷിപ്പ് സബ്മേർസിബിൾ ബലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന് പറയുന്ന ന്യൂക്ലിയർ അന്തർവാഹിനികളാണ്. അതിൽ ബലിസ്റ്റിക് മിസൈൽ കാണും. ഓരോന്നിലും 12ഓളം ബലിസ്റ്റിക് മിസൈൽ അണ്വായുധങ്ങൾ കാണും. ഇന്ത്യ ഇനി അണ്വായുധ രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാനൊന്നും മടിക്കും. കാരണം അതിലെ ഒരു അന്തർവാഹിനി എന്നുള്ള അണ്വായുധങ്ങൾ വീണാൽ മതി, പാകിസ്ഥാൻ മുഴുവൻ തീരും. ഒരൊറ്റ അന്തർവാഹിനി മതി. അങ്ങനെ 5 എണ്ണം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാമല്ലോ. അത് വരും. അത് ഒരു ഘട്ടത്തിൽ. പിന്നെ ഈ പറയുന്നത് കൂടാതെ ഈ 40 എണ്ണോ 42 ഞാൻ പറഞ്ഞ അത് കൂടാതെ ഒരു 6 SSN എന്ന് പറയുന്ന ഷിപ്പ് സബ്മേഴ്സിബിൾ ന്യൂക്ലിയർ എന്ന് പറയുന്ന അത്തരം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളും ഇന്ത്യ തയ്യാറാക്കുന്നുണ്ട്. അതായത് അതിലെ ബലിസ്റ്റിക് മിസൈലുകളോ അണ്വായുധങ്ങളോ ഉണ്ടാവില്ല. പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളും, വേണമെങ്കിൽ ആ ക്രൂയിസ് മിസൈലുകൾ അണ്വായുധം ഘടിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അത്തരം ഒരു 5 എണ്ണം കൂടെ വരുന്നുണ്ട്. എന്തായാലും ഒരു 10, 45, 48 അന്തർവാഹിനികൾ വരും ദിവസങ്ങളിൽ ഇന്ത്യ രംഗത്തിറക്കും. ഈ പദ്ധതികളൊക്കെ അതുപോലെ നടക്കണം, വെറുതെ പേപ്പറിലായാൽ പോരാ. എന്തായാലും ശരി, S5 ക്ലാസ്സിലുള്ള 13,500 ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള അന്തർവാഹിനികൾ ഇപ്പോൾ തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ജർമ്മനിയുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നു. ഒക്കെ ശുഭസൂചകങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ ബാക്ക്യാർഡ് ആണോ എന്ന് പണ്ട് ചൈന ചോദിച്ചിട്ടുണ്ട്. ആ പേര് ഇന്ത്യൻ മഹാസമുദ്രമാണെന്നാണെങ്കിലും അത് ഇന്ത്യയുടെ പിന്നാമ്പുറമൊന്നും അല്ല എന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് ഇന്ത്യയുടെ പിന്നാമ്പുറം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്തായാലും ഇന്ത്യ നാവിക ശക്തി വളരെ ബുദ്ധിപൂർവ്വം ഇന്ത്യ വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഒരു യുദ്ധമുണ്ടായാൽ കറാച്ചി പോർട്ട് നിസ്സാരമായിട്ട് ഉപരോധിക്കാൻ ഇന്ത്യക്ക് പറ്റും. അതുപോലെ ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ് പോർട്ടും നമ്മുടെ ദയാദാക്ഷിണ്യത്തിലായിരിക്കും. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു അതിശക്തമായ ഒരു മുന്നേറ്റം, സമുദ്രത്തിന്റെ രാജാവായിട്ട് ഇന്ത്യ തന്നെ ആയിരിക്കും. ഇന്ത്യൻ മഹാസമുദ്രം പേര് പോലെ തന്നെ ഇന്ത്യ നിയന്ത്രിക്കുന്ന വർഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്.